ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 125 വണ്ടി ജനറൽ സർവീസായിട്ട് പറഞ്ഞാണ് ഇപ്പോൾ സർവീസിന് കയറിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ നമുക്ക് പറഞ്ഞിരിക്കുന്നവർക്കൊന്ന് ജനറൽ സർവീസ് ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പൊല്യൂഷൻ ടെസ്റ്റ്, ഫ്ലോർ മാറ്റ്, അതേപോലെ തന്നെ മിറർ റൈറ്റ് ലെഫ്റ്റൊക്കെ മാറ്റുന്നത് പറഞ്ഞിട്ടുണ്ട്. റിയർ ഷോക്ക്, ഫ്രണ്ട് മൺകാടിൻ്റെ അവിടെ ചെറിയ ഇളക്കം, വൈസറിൻ്റെ ഭാഗത്ത് ചെറിയ പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് ജോബ് കാർഡിൽ രജിസ്റ്റർ ചെയ്ത കംപ്ലയിൻസുകൾ കേട്ടോ. അപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് വർക്കിന് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ജനറൽ സർവീസിനായതുകൊണ്ട് തന്നെ നമ്മൾ ഫുള്ളായിട്ട് അയച്ച് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ മൂവ്മെൻറ്റ് വരുന്ന എല്ലാ ഭാഗങ്ങളും നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് എടുക്കുന്ന സമയത്ത് വണ്ടി കുറേ നേരത്തേക്ക് പെട്രോൾ കിട്ടാത്ത പോലെ ഒരു ഫീൽ കാണിക്കുന്നുണ്ടായിരുന്നു വണ്ടിക്ക്. അപ്പോൾ അത് കാർബറേറ്ററുമായി റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻ്റ് ആണ്. ഫ്യൂൽ സപ്ലൈ കറക്റ്റായിട്ട് പെട്രോൾ ടാങ്കിൽ നിന്നും കാർബറേറ്ററിലേക്ക് പോകുന്നില്ല. അങ്ങനെ രണ്ട് പ്രശ്നങ്ങളാണ് ആ ഒരു കംപ്ലയിൻറ്റിൻ്റെ കാരണം. പിന്നെ അതേപോലെ വണ്ടി നമ്മൾ ഓടിച്ചു നോക്കി, ഫ്രണ്ട് ഹാൻഡിലിൻ്റെ ഭാഗത്ത് നല്ല രീതിയിൽ അടിയുണ്ട്, വൈസറിൻ്റെ അവിടെ നിന്ന് സൗണ്ട് ഉണ്ട്. അങ്ങനെ കുറച്ച് കംപ്ലയിൻസുകൾ നമുക്ക് കിട്ടിയിരുന്നു. എൻജിൻ്റെ ഭാഗം അത്രയും പെർഫെക്റ്റ് ആയിട്ടല്ലാത്തൊരു സൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളതെല്ലാം ഇത് റെഡിയാക്കിയിട്ട് ഓൾറെഡി നമുക്ക് സർവീസിലേക്ക് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ അയച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇത് കിടക്കുന്നത് കമ്പനി ലൈനറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെയാണ്. നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ അത് നമുക്ക് ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യാം. ബ്രേക്ക് ക്യാമൊക്കെ ചെറിയ ടൈറ്റ് കാണിക്കുന്നുണ്ട്, അതൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. ബാക്കിലത്തെ ടയർ നമ്മൾ ചെക്ക് ചെയ്തു, കുറച്ചും കൂടി ഓടാനുണ്ട്. നമുക്ക് ടയർ നമുക്ക് അത് തന്നെ മതി. നമുക്ക് ഹബ്ബൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്ത് കയറ്റാം. പിന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട്. ഇത് നമുക്ക് കിടക്കുന്ന എയർ ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റാണ്. തന്നെയല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടി കയറി ബ്ലോക്ക് ആയിട്ടുമുണ്ട്. നമുക്ക് പൊല്യൂഷൻ എടുക്കേണ്ടതുകൊണ്ടും വണ്ടിക്ക് ഓൾറെഡി സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ടും നമ്മൾ ആ കൂട്ടത്തിയുടെ എയർ ഫിൽറ്റർ നമ്മൾ മാറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിക്കുന്നുണ്ട്. ക്ലച്ച് എനിക്ക് തോന്നുന്നു അഴിച്ച് ക്ലീനിങ് ഒക്കെ ചെയ്തിട്ട് ഒരുപാടായിട്ടുണ്ട്. കാരണം അതിൻ്റെ ഉള്ളിൽ ക്ലച്ച് വർക്ക് ചെയ്തിട്ടുള്ള പൊടിയൊക്കെ നല്ല രീതിയിൽ തന്നെ ഉണ്ട്. നമുക്ക് സർവീസ് എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് നമ്മൾ മിസ്സായിട്ടുണ്ട്. സാധാരണ നമ്മൾ ക്ലിയർ ആയിട്ട് സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടിയുടെ ഉള്ളിൽ കൃത്യമായിട്ട് ഇങ്ങനത്തെ ഇത്ര രീതിയിലുള്ള പൊടി സാധാരണ കാണാറില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കുന്നുണ്ട്. ബെൽറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് കമ്പനി ബെൽറ്റാണ് കിടക്കണേ. അതിൻ്റെ ഈ സെൻറ്റർ ഭാഗം നോക്കുമ്പോൾ ചെറിയൊരു ക്രാക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്നിരുത്തി ഇപ്പോൾ മാറ്റണ്ട, നമുക്ക് കറക്റ്റ് സർവീസിൽ ചെയ്തുകൊണ്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ മാക്സിമം അങ്ങനെ പരമാവധി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സാധാരണ മാറ്റിക്കുള്ളൂ. കാരണം ഇത് നമുക്ക് ഉപയോഗിക്കാനുണ്ട്, കിടന്നോളൂ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ അടങ്ങുന്ന യൂണിറ്റാണത്. അപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ചെറിയൊരു തേമാനം, ചെറിയൊരു പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം. അപ്പോൾ അതിൻ്റെ ചെറിയൊരു സൗണ്ട് വ്യത്യാസമുണ്ട്. പക്ഷേ തൽക്കാലം നമ്മളിപ്പോൾ അതിന് വേണ്ടി മാറ്റണ്ട. നമ്മൾ ഓരോ സർവീസിലും ഇതേപോലെ ഡീറ്റെയിൽ ആയിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. ജനറൽ സർവീസായിട്ടാണ് പറയണമെങ്കിൽ നമ്മൾ ഇതേപോലെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യും. കൂടുതൽ കംപ്ലയിൻ്റ് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സർവീസിലോ അല്ലെങ്കിൽ അടുത്ത പിന്നത്തെ സർവീസിലോ ഒക്കെ നമുക്കത് ചേഞ്ച് ചെയ്തിടാം. അതേപോലെ തന്നെ സെൽഫ് മോട്ടോർമേന്ന് എഞ്ചിനിലേക്ക് കണക്ഷൻ വന്ന ബെൻഡെക്സ് യൂണിറ്റാണത്. അത് നമ്മൾ ചെക്ക് ചെയ്തു, നിലവിൽ ഓക്കെയാണ്, അതിൻ്റെ വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്. പിന്നെ ക്ലച്ച് യൂണിറ്റ്, CVT ക്ലച്ചിൻ്റെ മെയിൻ ഒരു പാർട്ടാണ്. ക്ലച്ച് ഗ്രീസിംഗ് ഒക്കെ അത്യാവശ്യമായിട്ട് വേണ്ടി വരുന്നൊരു പാർട്ടാണത്. അത് നമ്മൾ അഴിച്ച് കഴിയുമ്പോൾ ഓൾറെഡി തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്, കൂട്ടത്തിൽ ഗ്രീസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ പിന്നും ഈ റോളറൊക്കെ, പിന്നിനൊക്കെ തേമാനം വന്നിട്ടുണ്ട്. റോളർ എന്ന് പറയുമ്പോൾ ഈ ഒരു റബ്ബർ, ഡാമ്പർ റബ്ബർ പോലത്തെ റബ്ബറാണ്, അതൊക്കെ ചെറിയ ചതഞ്ഞിട്ടുണ്ട്. അതാ ക്ലച്ച് വെയിറ്റ് വന്ന് അടിച്ചിട്ടുള്ളതാണ്. അത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. വലിയ എമൗണ്ട് ഇല്ല, എല്ലാം കൂടി എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 100 താഴെ വരുള്ളൂ. അതേപോലെ ക്ലച്ച് ഔട്ടർ യൂണിറ്റാണത്. ക്ലച്ച് ഔട്ടർ നമ്മൾ നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, നമുക്ക് വാട്ടർ പേപ്പറൊക്കെ ഇട്ടൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. ക്ലച്ച് ഷൂ ആയാലും വേറെ അങ്ങനെ കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നുമില്ല, അതും നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് പിന്നൊക്കെ ഈ പിന്നുമൊക്കെ ടൈറ്റാണത്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. കിക്കറിൻ്റെ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടി കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് എയർ അടിച്ച് ക്ലീൻ ആക്കിയൊക്കെ നമുക്ക് റീസെറ്റാക്കി എടുക്കാം. പിന്നെയുള്ളത് പെട്രോൾ ടാപ്പിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിരുന്നു. അത് ഓൾറെഡി നമ്മൾ വണ്ടി സ്റ്റാർട്ട് ആവുന്ന സമയത്ത് ടാങ്കിൻ്റെ ഈ ക്യാപ്പ്, ഇതാണ് അതിൻ്റെ ഫ്യൂൽ കോക്ക് എന്ന് പറയാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എയർ ഉള്ളിലേക്ക് വലിക്കും ഈ പൈപ്പിൽ. അതിന് ശേഷമാണ് ഈ പെട്രോൾ മുകളിൽ ഈ പൈപ്പിൽ മുകളിലത്തെ ഈ പൈപ്പിൽ കാർബറേറ്ററിലേക്ക് സപ്ലൈ വരാം. ആ ഫംഗ്ഷൻ ഓൾറെഡി കംപ്ലയിൻ്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ എല്ലായ്പ്പോഴും കൃത്യമായിട്ട് വരുന്നില്ല എന്നുള്ളതാണ് കേസ്. അപ്പോൾ നമുക്ക് ഈ പൈപ്പും ഈ പെട്രോളിൻ്റെ ഈ പൈപ്പും ആ ടാപ്പുമാണ് നമുക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ, പെട്രോൾ ടാപ്പ്. കാരണം നമ്മൾ സെൽഫ് അടിക്കുന്ന സെക്കൻഡിൽ നമുക്ക് പെട്രോളിനകത്തേക്ക് വരണം കാർബറേറ്ററിലേക്ക്. പിന്നെ അതേപോലെ കാർബറേറ്ററിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കാർബറേറ്റർ നമ്മൾ ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് സ്ലോ സ്പീഡ് കറക്റ്റായിട്ട് നിൽക്കാതെ വരാം. അതേപോലെ സ്റ്റാർട്ട് ആവാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് കാണിക്കുക. അതൊക്കെ കാർബറേറ്ററുമായി റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻറ്റാണ്.
അപ്പോൾ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ സ്ലോ ജെറ്റ് എന്ന് പറഞ്ഞാൽ ഈ ജെറ്റൊക്കെ നല്ല രീതിയിൽ ബ്ലോക്ക് ആയി കിടക്കുക. അതിൻ്റെ ആ ഹോൾ എന്നൊക്കെ വെച്ചാൽ വളരെ സെൻസിറ്റീവായിട്ടുള്ള ചെറിയൊരു ഹോൾ, അതൊക്കെ അടഞ്ഞു പോയേക്കാണ്. അത് ഈ പെട്രോളുമായിട്ട് വരുന്ന കെമിക്കൽ റിയാക്ഷൻ്റെ ഭാഗമായിട്ട് വന്ന സംഭവമാണ്. അത് ശരിക്കും നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്യുക, കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറയുന്ന യൂണിറ്റാണിത്. ഇതൊരു സ്പോഞ്ച് പോലെ തന്നെ ഫോം ടൈപ്പാണ്. അത് മൊത്തം ഡാമേജായി പൊടിഞ്ഞ രീതിയിൽ പൊടിഞ്ഞൊടുങ്ങിയിട്ടുണ്ട്. അതൊന്നും ചേഞ്ച് ചെയ്ത് തരാം. ഏകദേശം ഒരു 50 രൂപ താഴേക്ക് നമുക്ക് അതിന് കോസ്റ്റ് വന്നുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് ഈ സ്പാർക്ക് പ്ലഗും നമുക്കൊന്ന് മാറ്റിയിട്ടേക്കാം. അതിൻ്റെ ഡിപ്പും കറക്റ്റ് ആ ഫയറിങ് നടക്കുന്ന പോർഷനും അത്യാവശ്യം നല്ല രീതിയിൽ കത്തി ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട്. ശരിക്കും നമുക്ക് എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ കൂട്ടത്തിൽ തന്നെയാണ് പ്ലഗും മാറ്റേണ്ടി വരാം. അപ്പോൾ രണ്ടും ശരിക്കും ഇപ്പോൾ എയർ ഫിൽറ്റർ നമ്മളിപ്പോൾ മാറ്റി ഇടുന്നുണ്ടെങ്കിലും 10,000 കിലോമീറ്ററാണ് ശരിക്കും അത് ഓടിക്കാൻ പാടുള്ളൂ. ശരിക്കും അതിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ 10,000 കിലോമീറ്റർ ഉള്ളൂ. അത് കൂടുതൽ പൊടിയുള്ള ഭാഗമാണ്, വല്ല കൺസ്ട്രക്ഷൻ നടക്കുന്ന ഏരിയയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ മാറ്റി കളഞ്ഞാൽ അത്രയും നല്ലത്. അപ്പോൾ നമ്മൾ കൂട്ടത്തിൽ കൂടെ ഇപ്പോൾ അതുകൂടി ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്ന എസ്റ്റിമേറ്റിൽ അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റാണ് പറയാം. പിന്നെ അതേപോലെ വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബോഡി അഴിച്ചിട്ട് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ചെളി കാര്യങ്ങളുണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇതേ രീതിയിൽ നമ്മളിപ്പോൾ ബോഡി സെറ്റ് ചെയ്യണേക്കാളും ഇതേ രീതിയിൽ തന്നെ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഫുള്ളായിട്ട് കൊണ്ടുപോയിട്ടൊന്ന് വാട്ടർ സർവീസ് ചെയ്യാം. അപ്പോൾ അത്യാവശ്യം തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം ഈ ചെളി ഇരിക്കണോണ്ട് നമുക്ക് അറിയാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെയൊക്കെയായാലും തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നല്ല രീതിയിൽ വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ആ തുരുമ്പ് എന്തെങ്കിലും കിട്ടിയൊക്കെ ഒന്ന് പെയിൻറ്റ് ടച്ച് ചെയ്ത് ബോഡി കയറ്റാം. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം ഇതേപോലെ ഒന്ന് അഴിച്ച് നമ്മൾ കഴുകലുണ്ടാവില്ല. നമ്മൾ പുറമെ ബോഡി മാത്രം കാണുന്ന ഭാഗമാണ് കഴുകുള്ളൂ. ഉള്ളിലത്തെ അവസ്ഥ ഇതൊക്കെയാണ്. പിന്നെ അതേപോലെ നമ്മൾ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് മൺഗാർഡിൻ്റെ ബ്രാക്കറ്റ് ഉള്ളിൽ നിന്ന് ഒടിഞ്ഞു പോയേക്കാം. ഉള്ളിൽ നിന്ന് പൊട്ടിപ്പോകുന്നതാണത്. മൺഗാർഡിൻ്റെ ഉള്ളിൽ തന്നെ എൽ ബ്രാക്കറ്റ് പോലെ വന്ന പീസാണ്. അത് പൊട്ടിയതുകൊണ്ടാണ് ആ പ്രശ്നം വന്നേക്കണേ കേട്ടോ. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട്. പിന്നെ ഇത് ഈ ഫോർക്കിൻ്റെ ഈ ഭാഗത്ത് ഇവിടെ നോക്കുമ്പോൾ അറിയാം, ഇവിടെ ഓയിൽ നല്ല രീതിയിൽ വന്നേക്കുന്നുണ്ട്. ആ ഫോർക്ക് ലീക്കാണ് ഈ സൈഡിൽ. ഫ്രണ്ട് ഷോക്ക് ഓബ്സർ ലീക്കാണ്. അത് കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഈ സൈഡിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. 2 സൈഡിലും ഓയിൽ പിടിച്ചിരിക്കുക. അത് ഈ സൈഡിൽ കാണും. ഈ 2 ഭാഗത്തും ഓയിൽ ഇറങ്ങിയിട്ട് അതുമ്പോൾ പൊടി പിടിച്ചാണ് കാണുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഹാൻഡിൽ ബെയറിങ്, നമ്മൾ ഫ്രണ്ട് ബ്രേക്കൊക്കെ പിടിക്കുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് ശരിക്കും നല്ല ഇളക്കം അനുഭവപ്പെടുന്ന ഹാൻഡിലിൻ്റെ ബെയറിങ്, അതായത് കോൺസെപ്റ്റ് എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടാണ് ആ ഒരു ഇളക്കം. ചെറിയ ഗട്ടറിലൊക്കെ ചാടുമ്പോൾ തന്നെ നല്ല അടി കാണിക്കുന്നത് അതിൻ്റെയാണ്. പിന്നെ അത് കൂടാണ്ട് നമ്മൾ ഹെഡ് ലൈറ്റ് പിടിക്കുന്ന ഭാഗം, ഹാൻഡിൽ കവറിൻ്റെ അവിടെ ശരിക്കും പറഞ്ഞ് ഷിവറിങ് കാണിച്ചിട്ട് ചെറിയ ജെർക്കിങ് വന്നിട്ട് നല്ല രീതിയിൽ വൈബ്രേഷൻ ആ ഭാഗത്തുനിന്നും കാണിക്കുന്നുണ്ട്, ഈ ഭാഗത്ത് കേട്ടോ. അതൊക്കെ ഒരു പരിധി വരെയാണ് നമുക്കത് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കാരണം അത് ഒട്ടിച്ച് വയ്ക്കാനൊന്നും പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്കത് റിപ്പയറിങ്ങിനൊക്കെ ആയിട്ട് ഇടയ്ക്ക് അഴിക്കേണ്ടി വരുന്ന ഒരു പാർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് ക്ലിയർ ചെയ്തിട്ട് വേണം വലിയ വൈബ്രേഷൻ ഇല്ലാത്ത രീതിയിൽ നമുക്കത് സെറ്റാക്കി വയ്ക്കാം. പിന്നെ അതിനകത്ത് വേറെ മേജറായിട്ടുള്ളൊരു പ്രശ്നം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഏറ്റവും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ എൻജിൻ ഓയിൽ വണ്ടിയിൽ ഇല്ല എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നിലവിൽ നമ്മളിപ്പോൾ കയറ്റി ഊറ്റി നോക്കുമ്പോൾ കാണുന്ന എൻജിൻ ഓയിലാണ് ഈ കാണുന്നത്. നമുക്കൊരു 20 മില്ലി പോലും, ഒരു 50 മില്ലി ഓയിൽ എടുക്കാൻ പോലും ഇല്ല അതിനകത്ത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത്രയും ദിവസങ്ങൾ വണ്ടി ഓടിക്കൊണ്ടിരുന്നത് എൻജിൻ ഓയിൽ ഇല്ലാതെയാണ് ഓടിക്കൊണ്ടിരുന്നത്. അതിൻ്റെയാണ് ആ എൻജിൻ്റെ ഭാഗത്ത് നമുക്കൊരു സൗണ്ട് ഫീൽ ചെയ്തിരുന്നത്. ഇതിനിപ്പോൾ സംഭവിക്കാൻ പോകണമെന്ന് വെച്ചാൽ നമ്മൾ ബാക്കിയത്തെ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്ത് എൻജിൻ ഓയിലും ഫില്ല് ചെയ്തിട്ട് നമ്മൾ വണ്ടി ഓടിക്കും. അപ്പോൾ സാധാരണ നമ്മൾ വന്ന സമയത്ത് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം പുകയോ കാര്യങ്ങളൊന്നും ഇല്ല. ഇനി നമ്മൾ ഒഴിക്കുമ്പോൾ പുക വരാൻ സാധ്യതയുണ്ട്. അതായത് എൻജിൻ ഓയിൽ ഫില്ല് ചെയ്യുന്ന സമയത്ത്. ഇപ്പോൾ വരുമ്പോൾ പുകയില്ലാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി പുക വരാനായിട്ട് ഓയിൽ കത്താനുള്ള ഓയിൽ എൻജിനിലില്ല എന്നുള്ളതാണ്. ഇനി നമ്മൾ ഓയിൽ മാറ്റി പുതിയത് ഓയിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഓടി കഴിയുമ്പോൾ, അതായത് സിലിണ്ടർ പിസ്റ്റണൊക്കെ സ്ക്രാച്ച് വരാനായിട്ടുള്ള സാധ്യത 99%. കാരണം ഇത്രയും ഓയിലില്ലാണ്ടാണ് വണ്ടി ഓടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഓയിലുള്ള സ്ഥിതിക്ക്, ഓയിൽ ഇല്ലാതെ ഓടി സ്ക്രാച്ച് വന്ന സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും ഓയിൽ കയറി ഹെഡിൽ കത്തും. അങ്ങനെ കത്തുമ്പോൾ സൈലൻസറിയുടെ പുക വരാനായിട്ടുള്ളൊരു സാധ്യത നിലവിലുണ്ട്. അത് നമ്മൾ സർവീസ് ചെയ്തതിന് ശേഷം പുക വന്നു എന്നുള്ളൊരു ഡൗട്ട് വരരുത്. അതിൻ്റെ മെയിൻ കാരണം ഇതാണ്, ഓയിലില്ലാണ്ടാണ് വണ്ടി ഓടിയിരുന്നത്. ഇപ്പോൾ നമ്മൾ ഓയിൽ ഫില്ല് ചെയ്യും, ആ സ്ക്രാച്ച് ഉള്ളതുകൊണ്ട്, സിലിണ്ടർ സ്ക്രാച്ച് ഉള്ളതുകൊണ്ട് ആ സൈഡിയുടെ ഓയിൽ കയറി ഫേസി ചെല്ലും കത്തും. നിലവിൽ അങ്ങനെ കത്തിക്കൊണ്ടിരുന്നുണ്ടാവാം ഒരു പക്ഷേ. അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ ഒരു പക്ഷേ ഓയിൽ കുറഞ്ഞു പോയത്. അതല്ലെങ്കിൽ ഓയിൽ മാറ്റാതെ വണ്ടി ഇങ്ങനെ ഉപയോഗിച്ച് വന്നതും ആവാം. എന്തായാലും അതൊരു മേജറായിട്ടുള്ളൊരു കംപ്ലയിൻ്റ് ആണ്. അത് നമുക്ക് പൈസ മുടക്കം നമ്മുടെ കയ്യിൽ നിന്ന് കാശ് ചിലവാക്കുന്നൊരു കംപ്ലയിൻ്റാണ്. അപ്പോൾ തൽക്കാലം നമ്മൾ ബാക്കിയത്തെ വർക്കുകളും എൻജിൻ ഓയിലടക്കം ചെയ്യാം. ഓയിൽ മാറ്റിയതിന് ശേഷം നമുക്കത് ചെക്ക് ചെയ്യാം എത്രത്തോളം ഉണ്ട് ആ ഒരു പ്രോബ്ലം വണ്ടീനെ ബാധിച്ചിട്ടുണ്ടെന്നുള്ള കേസ്. നമുക്ക് വണ്ടി കുറച്ച് ഓടിക്കും അറിയാനായിട്ട് പറ്റും. കംപ്ലയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗമൊക്കെയാണ് നമ്മളത് ക്ലിയർ ചെയ്ത് പോകേണ്ടത്.
ഇപ്പം നമ്മളതൊന്നും അതിനകത്തൊന്നും ഉൾക്കൊള്ളിക്കുകയല്ല. ഇപ്പം നമ്മളൊരു എസ്റ്റിമേറ്റ് ഇടുന്നതിൽ നമ്മൾ ഈ എഞ്ചിൻ ഓയിൽ അടക്കം ബാക്കിയത്തെ ഈ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ ഉൾപ്പെടുത്തി ഒരു എസ്റ്റിമേറ്റ് പറയാം. അത് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. അതായത് എഞ്ചിൻ ഓയിൽ നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്, ഈ സെക്കൻഡറി ഫിൽട്ടർ, പ്ലഗ്, എയർ ഫിൽട്ടർ, കാർബറേറ്റർ ക്ലീൻ ചെയ്യാനായിട്ടുള്ള ക്ലീനർ ഉപയോഗിക്കുക അതിനകത്ത് എസ്റ്റിമേറ്റിൽ പെടുത്തുന്നുണ്ട്. അതേപോലെ തന്നെ സ്ലോജറ്റ്, ടാങ്കിൽ നിന്ന് വരുന്ന പെട്രോളിൻ്റെ ടാപ്പ്, അതിൻ്റെ ഫ്യൂൽ പൈപ്പും കൂടി നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. വാട്ടർ സർവീസ് ഫുള്ളായിട്ട് അഴിച്ചിട്ടുള്ളൊരു വാഷിംഗ് അതിനകത്ത് ഞാൻ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ഫോർക്ക് ലീക്കാണ്. അത് നമ്മൾ അഴിച്ചു നോക്കിയാലാണ് അതിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയുള്ളൂ. പ്രത്യക്ഷത്തിൽ ഫോർക്ക് ഓയിൽ സീൽ മാത്രം ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. അതായത് ഫോർക്ക് ഓയിൽ സീൽ മാത്രം മാറ്റിയിട്ടാണ് റെഡിയാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ഞാൻ ഈ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്താം. ഫോർക്ക് പൈപ്പ്, അതായത് സ്റ്റീൽ പൈപ്പിന് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അഴിക്കുമ്പോൾ അറിയാൻ പറ്റുള്ളൂ, അത് എക്സ്ട്രാ ആയിട്ട് വരും. പിന്നെ അതേപോലെ ഫ്രണ്ട് മൺഗാർഡിൻ്റെ ബ്രാക്കറ്റ് കംപ്ലയിൻ്റ് ഉണ്ട്, അത് ഞാൻ എസ്റ്റിമേറ്റിൽ പെടുത്താം. ഹാൻഡിൽ ബെയറിംഗ് ഉണ്ട്. ഒരു ബ്രേക്കിൻ്റെ കേബിൾ, ഈ ലെഫ്റ്റ് സൈഡിലത്തെ ഒരു ബ്രേക്ക് കേബിൾ ലോഡായിട്ട് നിൽക്കുന്നുണ്ട്, അത് ഉൾപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ എയർ ഫിൽട്ടർ ഈ ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിയുള്ളൊരു എസ്റ്റിമേറ്റാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇട്ട് തരാം. അപ്പോൾ വീഡിയോ ഒന്ന് കാണാം, കണ്ടതിന് ശേഷം നോക്കി കൃത്യമായിട്ട് അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ കൃത്യമായിട്ടൊരു ഇൻസ്ട്രക്ഷൻ നമ്മുടെ അടുത്ത് പറയാം. അത്യാവശ്യം എല്ലാ ഭാഗങ്ങളും തന്നെ മേജറായിട്ട് നമ്മൾ ചെയ്യേണ്ട ഭാഗങ്ങൾ മാത്രമാണ് അതിനകത്തുള്ളൂ. പിന്നെ അതിനകത്ത് സംഭവിച്ചാണ് ജസ്റ്റ് ഈ എഞ്ചിൻ ഓയിൽ ലെവലില്ലാതെ വണ്ടി ഓടിയിട്ട് വന്നേക്കുന്ന ഡാമേജ്, അത് നമുക്കിപ്പോൾ പുറമേ നിന്ന് അതിനകത്ത് നമ്മളിപ്പോൾ എസ്റ്റിമേറ്റിലൊന്നും ഉൾപ്പെടുത്തുന്നില്ല. അത് കംപ്ലൈൻറ്റ് എത്രത്തോളം എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് കുറേ ഓടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതും 99% നമുക്കത് ഡാമേജ് വന്നിട്ടുണ്ടാവും. കാരണം സാധാരണ രീതിയിൽ സംഭവിക്കുന്ന ഒരു കംപ്ലൈൻ്റ് ആണത്. ഓയിൽ ലെവൽ കുറഞ്ഞ് ഓടുമ്പോൾ വരുന്ന പ്രോബ്ലം ആണത്. അത് കംപ്ലൈൻറ്റ് മേജറായിട്ട് കാണിച്ചിട്ട് ചെയ്താൽ മതി. പക്ഷെ എന്നാൽ പോലും നമ്മളൊന്ന് പ്രിപ്പയർ ആവണം, എന്തെങ്കിലും അത് കാണിക്കും കേട്ടോ. അപ്പോൾ ബാക്കിയത്തെ ഈ വീഡിയോ സഹിതം അതിൻ്റെ എസ്റ്റിമേറ്റ് അടക്കമുള്ളൊരു എസ്റ്റിമേറ്റും കൂടി വാട്സാപ്പിലേക്ക് ഞാൻ ഡീറ്റെയിൽസ് ഇട്ടേക്കാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. താമസം വന്ന പണിയാണ്. ഫ്രണ്ട് ഫോർക്കായാലും കോൺസെപ്റ്റായാലൊക്കെ മാറ്റിയിടുമ്പോൾ നമുക്ക് ഡിലേ വന്ന സംഭവമാണ്. പരമാവധി നാളെ വൈകിട്ടത്തേക്ക് നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാം. ബൈ ചാൻസ് തീർന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റന്നാൾ ഞായറാഴ്ചയാണ്, തിങ്കളാഴ്ചയ്ക്ക് എടുക്കാവുന്ന കണ്ടീഷനിലേക്ക് സെറ്റാക്കാം. മാക്സിമം നാളത്തേക്ക് തരാൻ നോക്കാം കേട്ടോ. കാരണം അല്ലെങ്കിൽ ഒരു ദിവസം ഇവിടെ സ്റ്റേ പിടിക്കേണ്ടി വരും. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. പരമാവധി നേരത്തെ റിപ്ലൈ ഇടാം, അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.